ആലപ്പുഴയിൽ ജി സുധാകരന്റെ കാര്യം എന്താണ്? രഹസ്യ യോഗം ചേർന്നു ജി സുധാകരൻ അനുകൂലികൾ എന്ന വാർത്തയാണ് വരുന്നത്. ചാരുമൂട് ഏരിയയിലെ ജി സുധാകരൻ അനുകൂലികളാണ് യോഗം ചേർന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലായിരുന്നു യോഗം. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി. ശ്യാം, വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, CPM അണികളുടെ ഭാഗത്തു നിന്നൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നു, പ്രതിഷേധം ഉയരുന്നു, പോസ്റ്ററുകൾ ഉയരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന, സലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 15 പേരെ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ? എന്താണ് സുധാകരന്റെ അനുകൂലികൾ എവിടെയാണ് യോഗം ചേർന്നത്? എന്താണ് ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ? ശ്രീജ, ഒരു വശത്ത് CPM ഒന്നടങ്കം പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ അണികളും ജി സുധാകരനെ എതിർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ ചാരുമൂട്ടിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ, ഇത്തരത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുൻ ലോക്കൽ സെക്രട്ടറിമാർ, ഇപ്പോഴുള്ള ലോക്കൽ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഇത്തരത്തിൽ രാത്രി ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ ഇത് സംബന്ധിച്ച് യോഗം ചേരുകയും ഏകദേശം 20ഓളം പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ പാർട്ടിയുമായിട്ട് അകന്ന് നിൽക്കുന്നവർ പോലും അതിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായിട്ടും ജി സുധാകരനെ പിന്തുണയ്ക്കുക എന്ന ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജി സുധാകരനെ നേരിൽ വന്ന് കാണുവാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉറപ്പിച്ചിരിക്കുന്നു. അത് ഇന്നലെ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ യോഗം ചേർന്ന നേരിട്ട് ജി സുധാകരനെ കണ്ട് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളുമുണ്ട് എന്ന് കൂടി പറയുവാൻ അവർ എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ ചാരുമൂട് ഒരു വശത്ത് ഈ രഹസ്യയോഗം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജി സുധാകരനെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെയായിട്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങളും അരങ്ങേറി എന്നതാണ് ചാരുമൂടിനെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായ രാഷ്ട്രീയപരമായ കാര്യം. അതേസമയം ഇന്ന് ജി സുധാകരൻ്റെ വീടിന് മുന്നിൽ പുന്നപ്രയിലെ ഈ വീടിന് മുന്നിൽ പോലീസ് അടക്കം ഇവിടെ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിന് മുന്നിൽ ബാനറുകളും മറ്റും ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് ജി സുധാകരനെതിരായിട്ട് പാർട്ടി സഖാക്കൾ തന്നെ അത്തരത്തിൽ ബാനറുകൾ വെച്ചതാണ്. എന്തായാലും പാർട്ടിക്ക് വിമതനായി എന്ന രീതിയിൽ തന്നെയാണ് സഖാക്കൾ ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. നാളെ ഒരു വലിയ ഒരു ബഹുജന സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് CPIMന്റെ നേതൃത്വത്തിൽ. എന്തുകൊണ്ട് ജി സുധാകരൻ പോയി, ജി സുധാകരനെ ഏത് രീതിയിൽ ഇനി നേരിടണം എന്നീ കാര്യങ്ങളടക്കം ആ ബഹുജന സമ്മേളനത്തിൽ വ്യക്തമാക്കും. അതൊരു വലിയൊരു ബഹുജന പ്രകടനമാക്കി കൂടി മാറ്റാൻ കൂടിയാണ് CPIMന്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ലോക്കൽ ഏരിയ തലങ്ങളിലടക്കം ജനറൽ ബോഡികളും മറ്റുമൊക്കെ വിളിച്ചേർക്കുകയുണ്ടായി. ബ്രാഞ്ച് തലത്തിൽ ലോക്കൽ ഏരിയ നേതൃത്വം അടക്കം പോയി ഇക്കാര്യങ്ങൾ സംസാരിച്ച് ആളുകളെ നാളത്തെ പ്രകടനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനമാണ്.